السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, കരുത്തുറ്റ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ശ്രോതാക്കളെ, നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് SSF കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവത്തിൻ്റെ രണാങ്കണത്തിലാണ്. ഇവിടെ എനിക്ക് ലഭിച്ച വിഷയം മനുഷ്യാവകാശം എന്നുള്ളതാണ്. ഈ വിഷയത്തിൻ്റെ നിഗൂഹിതാർത്ഥമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. നാഥനായ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യർക്കും ഓരോ പ്രകൃതമുണ്ടാകും. അതെ, നമ്മുടെ രാജ്യമായ ഈ ഇന്ത്യയിൽ തന്നെ, അഥവാ 140 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഇന്ത്യയിൽ ഓരോ മനുഷ്യ പ്രകൃതത്തിനും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർണായക അവകാശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവകാശങ്ങളുണ്ട്, പക്ഷേ അവർ സുരക്ഷിതരല്ല. ഇവിടെയാണ് എൻ്റെ വിഷയത്തിൻ്റെ പ്രസക്തി. ദൈനംദിന മനുഷ്യ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധകലഹങ്ങളുടെ കൂമ്പാരമാണ്. ഹിറ്റ്ലറും ബൈസാൻമിൻ ചക്രവർത്തിയും അലക്സാണ്ടറും നെപ്പോളിയനും ബെഞ്ചമിൻ നെതന്യാഹും 10,000-ങ്ങളാൽ ചോരകൾ വാർന്നൊലിച്ച് യുദ്ധകലഹങ്ങൾ പ്രഖ്യാപിച്ചപ്പോഴൊന്നും ലോകത്ത് സമാധാനം ഉടലെടുത്തിട്ടില്ല. ജീവിതത്തിൻ്റെ അർത്ഥഗോളങ്ങൾ തേടി സഞ്ചരിക്കുന്ന ഈയൊരു തലമുറ ഉന്നയിക്കുന്ന ഏറ്റവും പ്രസക്തിയേറിയൊരു ചോദ്യമാണ്, എന്താണ് മനുഷ്യാവകാശം? അതെ, അവകാശങ്ങൾ ലംഘനം ചെയ്യപ്പെടുകയാണ്. അവകാശങ്ങൾ യുദ്ധകലഹങ്ങളിൽ മാത്രമായി കഴിച്ചുകൂട്ടുകയാണ്. പ്രശസ്ത ഐഡിയോളജിസ്റ്റായ റൂസോ ഒരു നാൾ പറയുകയുണ്ടായി, മാൻ ഈസ് എ ബോൺ ഫ്രീ ബട്ട് എവറിവെയർ ഹി ഈസ് ഇൻ ചൈൻ. മനുഷ്യൻ ജനിക്കുമ്പോൾ സ്വതന്ത്രനാണ്, പക്ഷേ അവൻ എല്ലാ ഇടങ്ങളിലും ചങ്ങലയിലാണ്. ഇവിടെയാണ് മനുഷ്യൻ അവനിക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ ഇല്ലാതെയാകുന്നത്. കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും നീചമായ പ്രവൃത്തികളാണ് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ആരുടെയും കുത്തകയല്ല. RSSന്റെ അരമനയിൽ അടിഞ്ഞമർന്ന് നിൽക്കാൻ ഇന്ത്യ ആരുടെയും തറവാട് സ്വത്തല്ല. പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്നത് പോലെ പശുവിനെ ഭുജിക്കുന്നവർ ഭുജിക്കുകയും പൂജിക്കുന്നവർ പൂജിക്കുകയും ചെയ്യുന്ന അവകാശമാണ് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വേണ്ടത്. അല്ലാത്തവരെ പടിയടിച്ച് പിണ്ടം വെക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. മതം നൽകിയ അവകാശങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ ഭരണഘടന മുതിരുന്നു. അറിവുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഈ കാലഘട്ടത്ത് തിരിച്ചറിവുകൾ കൊണ്ട് അവകാശങ്ങൾ എന്ന പ്രസക്തിയേറിയ കാര്യത്തെ മനസ്സിലാക്കാതെ പോയത് എത്ര ഖേദകരം. എന്തുകൊണ്ടും ലംഘനം ചെയ്യപ്പെടുന്ന മനുഷ്യാവകാശത്തെ തിരിച്ചു പിടിക്കേണ്ടത് വിദ്യ എന്ന മാധുര്യം കൊണ്ടാണ്. കൊടുഭീകരതയാൽ ഇരുണ്ട യുഗത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഭയന്ന് തിരിച്ചറിവുകളിൽ വിള്ളലുണ്ടാക്കുവാൻ നമ്മൾ മുതിരരുത്. ഇന്ന് നാം കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ നീതിന്യായ കോടതികളെയും നോക്കുകുത്തിയാക്കി മാന്യവനെ പോലും മാനം കെടുത്തുന്ന രീതിയിൽ തീവ്ര ജൂത സയനിസ്റ്റുകൾ മനുഷ്യകുലത്തിന്റെ മുഴുവൻ അവകാശങ്ങളെയും ഊതിക്കെടുത്തുന്ന ക്രൂരതകളുടെ പര്യായമായി മാറുമ്പോൾ ഇതിൽ പരമരൂപമ വേറെയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അവകാശങ്ങൾ മനുഷ്യനുണ്ട്. അതിനെ കൈയിട്ടിളക്കുന്നത് എത്ര നൊമ്പരമായതാണ്. മറ്റുള്ളവന്റെ അവകാശത്തെ കരിക്കലും അതിനെ പിടിച്ചു പറിക്കലും നിഷിദ്ധമായ ഹറാമാണെന്ന് മനസ്സിന്റെ മനോമുഖരത്തിൽ മായാതെ മറിയാതെ മനീമസമാകാത്ത മനസ്സുകൊണ്ട് മദീനത്തെ മണവാളൻ മാണിക്കക്കല്ല് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ഇത്രയധികം പ്രാധാന്യമാണ് ഇസ്ലാം എന്ന മഹത്തായ മതം അവകാശങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ഭരണഘടനയിൽ കൃത്യമായി നിർണയിച്ചു നൽകിയ അവകാശങ്ങൾ ഇന്ന് ചവിട്ടിക്കൊട്ടയിലാക്കി വലിച്ചെറിയുകയാണ്. എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ആരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല, ആരും ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല. അന്നൊരു നാൾ ഭഗത് സിംഗ് ഈ ജനവസത്തോടെ അരുളുകയാണ്, ബോംബുകളും തോക്കുകളും കൊണ്ടല്ല വിപ്ലവം സൃഷ്ടിക്കേണ്ടത്, വിപ്ലവത്തിന്റെ മൂർച്ച കൂട്ടേണ്ടത് ഉരക്കല്ലിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവകാശങ്ങളുടെ ആന്തോളനങ്ങൾ മനസ്സിലാക്കി നിലപാടിന്റെ നിലയുറപ്പിൽ ജീവിതത്തിൽ വിജയത്തിന്റെ കൊടി കൊണ്ട് അവകാശങ്ങളെ തിരിച്ചു പിടിക്കാൻ നാം ഒന്നായി ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.